മലയാളത്തിലെ ഏറ്റവും ഹൈ ബഡ്ജറ്റുള്ള സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടിറങ്ങിയിട്ട് തോന്നിയിട്ടുള്ളത്. യു എസ് ആർമിയുടെ ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുന്ന കുറേ സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ എൻട്രി സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു നാടൻ ലൂസിഫറിനെ എനിക്ക് ഈ പടത്തിൽ എനിക്കൊരു മിസ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ വാച്ചബിൾ മൂവി തന്നെയാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് പൃഥ്വിരാജാണെങ്കിലും ടോവിനാണെങ്കിലും മഞ്ജു വാര്യരല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവർ തകർത്താടിയിട്ടുണ്ട്. പിന്നെ ദീപക് ദേവിൻ്റെ BGMs എല്ലാം പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഡോണാണ് എബ്രഹാം ഖുറേഷി എബ്രഹാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞു പോണത്. ഒരു മേക്കിംഗ് സ്റ്റൈൽ സൂപ്പർവായിട്ടുണ്ട്. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും സൂപ്പർവായിട്ടുണ്ട്. ചില ക്യാമറ സീക്വൻസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ പടം കണ്ടിരിക്കുന്ന ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ മിസ് ചെയ്തേക്കുന്ന ഒരു സാധനം ലൂസിഫറിൻ്റെ ഒരു നാടൻ സ്റ്റൈൽ നമുക്കതിൽ എനിക്കൊരു മിസ് ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ കൊള്ളാം, അടിപൊളി. പിന്നെ ഫാന്റാസ്റ്റിക്, ഒരു രക്ഷയില്ല, പറഞ്ഞാൽ തീരുല്ല, അത്രയും അടിപൊളി. ലൂസിഫറിന്റെ തട്ടതാണിരിക്കും. മേക്കിംഗ് ലെവലിൽ അടിപൊളിയാണ്. പക്ഷെ സ്റ്റോറി വൈസ് ലൂസിഫറിന്റെ എടുത്ത മേ ബി ആദ്യത്തെ പാട്ട് നമ്മൾ കണ്ടത്ര എക്സൈറ്റഡ് ആയതുകൊണ്ടായിരിക്കും. എപ്പോഴും രണ്ടാമത്തെ നമുക്ക് സ്റ്റോറി വൈസ് കുറച്ച് തോന്നി. പക്ഷെ മാസം ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട്. ലാലേട്ടൻ്റെ ഒരു ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാർട്ട് ഫെൽ മൊമെന്റ് ആണ്. പിന്നെ ഒരു ഹോളിവുഡ് പടം കണ്ട പോലെ തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ സ്റ്റോറി വൈസ് നമ്മൾ പറയുന്ന സമയത്ത് ചെറിയൊരു സ്റ്റോറി പക്ഷെ ഭയങ്കര മാസിലെടുത്തു എന്നതുപോലെയാണ്. ഇപ്പൊ അടുത്ത പാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റോറി ബിഗറാണ്. പിന്നെ ലൂസിഫറിൽ നിന്ന് വലുതായതിലും വലിയൊരു രീതിയിലേക്കാണ് L3 വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം ഈ ഒരു രീതിയിൽ വന്നതിൽ. മലയാള സിനിമ വലുതായതിൽ ഒരുപാട് സന്തോഷം. നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെ എനിക്ക് അറിയില്ല കേട്ടോ. നല്ല അടിപൊളി സിനിമയാണ്. ലാലേട്ടൻ്റെ പടമല്ലേ, ഉറപ്പായിട്ടും അടിപൊളിയായിരുന്നു. കൊള്ളാം, അടിപൊളിയായിരുന്നു. അടിപൊളി, എൻജോയ് ചെയ്തു, നന്നായി എൻജോയ് ചെയ്തു. സൂപ്പർ പടമാണ്. കാരണം ഡിഫറെന്റ് അപ്പിയറൻസ് ആണ് മോഹൻലാലിന്റെ. ഒരു വെസ്റ്റേൺ മൂവിയാണ്. അതെ. കാരണം ഇതേവരെയും കാരണം ഈ മറ്റേ പൃഥ്വിരാജിന്റെ ഡിഫറെന്റ് ഡയറക്ഷൻ കാരണം ഈ 2000 തൊട്ട് മറ്റേ നരസിംഹം തൊട്ടായി ഇപ്പൊ 35ാമത്തെ പടമാണ്. സൂപ്പർ എക്സലന്റ് പടമാണ്, നല്ല പെർഫോമൻസ് ആണ്. അടിപൊളിയാണ്. എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ മൂന്നാമത് ഇറങ്ങുന്നുണ്ട് ഇനി. സൂപ്പറാ. അല്ലല്ല, ഹോളിവുഡ്. അടിപൊളി, നല്ല പടം, കൊള്ളാം. എല്ലാവരും പോയി കാണാം, തിയേറ്ററിൽ പോയി കാണാം. കുഴപ്പമില്ല, മേക്കിംഗ് എല്ലാം ബെറ്റർ ദാൻ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് നമ്പർ 1 എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതുപോലൊരു മലയാള സിനിമ ഇതുപോലൊരു ബഡ്ജറ്റ് പടം എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ലൂസിഫർ സ്റ്റൈലിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നായിരുന്ന കുറച്ചും കൂടെ പടം ഒരു മാസമായേനെ. ഇതൊരു ഖുറേഷി ലെവലിലെ പൃഥ്വിരാജിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. മേക്കിംഗ് അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് കാശ് മുടക്കുമെന്ന് പറഞ്ഞാൽ വാരി എറിഞ്ഞേക്കുവാ പൈസ. അതുപോലെയാണ് അകത്ത് ഇൻ്റർവ്യൂവിൽ വരെ. എന്ന് വെച്ചാൽ ഹെലികോപ്റ്ററും വിമാനവും മാത്രമേ ഉള്ളൂ, വെടിവെപ്പും ബഹളും. അങ്ങനെ ഇതുപോലൊരു മലയാള സിനിമ നമ്മളിവിടെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയോ ഒരു ഹൈ ബഡ്ജറ്റാണ് പടം. പക്ഷേ എനിക്കൊരു ചെറിയൊരിത് വന്നത് കുറേ കൂടെ കേരളത്തിലേക്കാക്കി ലൂസിഫറിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ഹൈപ്പ് ചെയ്യായിരുന്നു പടത്തിനെ. പക്ഷേ അതൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. പടം വേറെ ലെവലാണ്, കുഴപ്പമൊന്നുമില്ല. പൃഥ്വിരാജ് നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ കേരളത്തിലേക്ക് വന്നത് കുറച്ചും കൂടെ നീട്ടുമായിരുന്നെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളെ കുറേ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പടം കയറി. അതാണ് പറ്റിയത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ വാച്ചബിളാണ്. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടം തന്നെയാണ്, ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ.